നീണ്ട അനിശ്ചിതത്തിനും ഭൂതർക്കങ്ങൾക്കുമൊടുവിൽ പാരിയത്തുകാവ് നദിയിലെ 7 കുടുംബങ്ങൾക്ക് ആശ്വാസത്തിന്റെ പുതിയ അധ്യായം തുറക്കുകയാണ്. വർഷങ്ങളായി തർക്കങ്ങളുടെ പേരിൽ സ്വന്തം വീട് പോലും ഉറപ്പില്ലാത്ത ജീവിതം നയിച്ചിരുന്ന കുടുംബങ്ങൾക്കായാണ് പുതിയ വീടുകൾ ഉയരുന്നത്. 1000 സ്ക്വയർ ഫീറ്റിൽ കുറയാത്ത വീടുകളുടെ നിർമ്മാണത്തിന് മന്ത്രി റോജി എം ജോണിന്റെ നേതൃത്വത്തിൽ തറക്കല്ലിട്ടു. അഞ്ചു പതിറ്റാണ്ടിലേറെയായി ഭൂതർക്കത്തിന്റെ നടുവിൽ ജീവിച്ച 7 കുടുംബങ്ങൾക്കാണ് ഇനി സുരക്ഷിതമായ പാർപ്പിടം ഒരുങ്ങുന്നത്. ഏറെ ചർച്ചകൾക്കും നിയമഭരണപരമായ നടപടികൾക്കും ഒടുവിലാണ് പുനരധിവാസ പദ്ധതിക്ക് അന്തിമ രൂപമായത്. ഇതിന്റെ ഭാഗമായാണ് പുതിയ വീടുകളുടെ നിർമ്മാണത്തിന് ഇന്ന് തുടക്കമായിരിക്കുന്നത്. ഓരോ കുടുംബത്തിനും 1000 സ്ക്വയർ ഫീറ്റ് കുറയാത്ത വിശാലമായ വീടുകളാണ് സർക്കാർ മേൽനോട്ടത്തിൽ നിർമ്മിച്ചു നൽകുന്നത്. 50 വർഷത്തിലധികമായി നീണ്ട പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ കഴിഞ്ഞതിൽ വലിയ ചാരിതാർത്ഥ്യവും സന്തോഷവുമുണ്ടെന്ന് മന്ത്രി റോജി എം ജോൺ പറഞ്ഞു. പറഞ്ഞ സമയത്തിന് മുൻപ് തന്നെ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ച് കുടുംബങ്ങളെ പുനരധിവസിപ്പിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. അധികാരത്തിൽ വന്ന് ഏതാനും നാളുകൾക്കുള്ളിൽ തന്നെ രമ്യമായ ഒരു പരിഹാരം ഉണ്ടാവാൻ സാധിച്ചു എന്നുള്ളതിൽ വളരെയധികം സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. ചർച്ചയിൽ പറഞ്ഞത് ഒരു വർഷത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് പരിഹാരം കാണും, അല്ലെങ്കിൽ ഒരു 10 മാസത്തിനുള്ളിൽ ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിക്കണം എന്നുള്ളതായിരുന്നു. ഇവിടെ നമ്മൾ കാണേണ്ടുന്നത് ഈ 5 പതിറ്റാണ്ടിലധികം ഇരുവശങ്ങളിലുമായി നിന്ന് കേസുകൾ നടത്തിയ 2 വിഭാഗങ്ങളും അവർ 2 കൂട്ടരും വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി, സഹകരണ മനോഭാവത്തോടു കൂടി സർക്കാർ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറായി വന്നതുകൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നം പരിഹാരത്തിലേക്ക് എത്തിക്കാനായിട്ട് സാധിച്ചത്. പുതിയ വീടൊരുങ്ങുന്നതിൽ ഉന്നതിയിലെ കുടുംബങ്ങളും ഏറെ സന്തോഷത്തിലാണ്. ഞങ്ങൾക്ക് കൂടുതലൊന്നും പറയാനില്ല. സന്തോഷമാണ്, ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും കൂടി ചേർന്നു, മന്ത്രി എല്ലാവരും വന്നാൽ സന്തോഷം. നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, അതേ ഉള്ളൂ സന്തോഷം. വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവുന്നതുവരെ നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാൻ കുടുംബങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട്. ഓരോ വീട്ടിലേക്കും 3 മീറ്റർ വീതിയിലുള്ള പ്രവേശന വഴിയും ഭൂവുടമകളുടെ വസ്തുവുമായി അതിർത്തി പങ്കിടുന്ന ഭാഗത്ത് സംരക്ഷണ മതിലും നിർമ്മിക്കാനാണ് തീരുമാനം. ന്യൂസ് മലയാളം, കൊച്ചി.